ഈ സ്ലീപായ്ക്കും എനിക്കുമിടയിൽ ഒരു കഥയുണ്ട്. നൂലിൽ കോർത്തിണക്കിയ സുഗന്ധം നിറഞ്ഞ പൂക്കളുടെ കഥ. ലോകത്തിൻ്റെ ചാബല്യങ്ങളും കപടതകളും അറിയുന്നതിന് മുമ്പേ തന്നെ എന്നിൽ മുളച്ചുയർന്ന ഇഷ്ടത്തിൻ്റെ കഥ. തീയാകുന്ന മദ്ബഹയിൽ കയറാൻ അവകാശമില്ലാത്തതിനാൽ അവിടെ വസിക്കുന്ന പിതാവിന് ഞാൻ നൽകുന്ന സ്നേഹം, എൻ്റെ അപ്പ എനിക്ക് പകർന്നു നൽകിയ നല്ല താലന്ത്. 18 വർഷത്തോളം ഞാൻ പോലും അറിയാതെ എന്നിൽ വേരൂന്നിയ അവകാശം. ചെടിയിൽ നിന്ന് മുട്ടുകളിറുത്ത് അവയുടെ സുഗന്ധം നോക്കാതെ ശുദ്ധിയായി നൂലിൽ കോർത്തിണക്കി വെള്ളം തളിച്ച് പിറ്റേന്ന് രാത്രി നമസ്കാരത്തിന് അപ്പ സ്ലീബായിൽ ആ പൂക്കളിടുമ്പോൾ ലഭിക്കുന്ന സന്തോഷം. ഇന്ന് ആ പൂക്കളെ ഞാൻ ഓർക്കുമ്പോൾ അവയ്ക്ക് ഒരു വേറിട്ട ഉപമ മാത്രം. കർത്താവിൻ്റെ കാലിൽ യാഗത്തിന് മുന്നോടിയായി പാപിയായ സ്ത്രീ തേച്ച പരിമളം പോലെ. പള്ളിയുടെ മധ്യേ നാട്ടിയ സ്ലീബായെ ഞാൻ നോക്കിക്കാണുമ്പോൾ ഇന്നലകളിലേക്കായിരുന്നു എൻ്റെ മനസ്സ് യാത്രയായത്. ആ സ്ലീബായിൽ ഞാൻ കണ്ടത് എന്നോട് സംസാരിക്കുന്ന അപ്പനെയായിരുന്നു. ആ കണ്ണുകളിൽ ഞാൻ വീണ്ടും ആ കുഞ്ഞു ടിനിയെ കണ്ടോ? എന്നിൽ പരിമളം നിറയ്ക്കാൻ പൂക്കൾ എവിടെയെന്ന് അപ്പൻ നിശബ്ദമായി ചോദിക്കുകയായിരുന്നു. കാലത്തിൻ്റെ യവനികയിൽ മറഞ്ഞുപോയ ചില ചിന്തകളും ഇഷ്ടങ്ങളും അപ്രതീക്ഷിതമായി ഒരു ഉറവയായി ഒഴുകി തുടങ്ങി. മനസ്സിൽ ബാക്കി വെച്ചതെല്ലാം ആ സ്ലീബായുടെ മുന്നിൽ നിശബ്ദമായി ഒഴുകിപ്പോയി. വാക്കുകൾക്ക് പറയാൻ കഴിയാത്തത് ഹൃദയം മാത്രം അറിഞ്ഞു. ആ സാന്നിധ്യത്തിൽ എല്ലാം സമർപ്പിച്ച ഒരു നിമിഷം. അവിടെ ഞാൻ നിന്നത് പ്രാർത്ഥിക്കാനല്ല, എന്നെ കേൾക്കുന്ന എൻ്റെ അപ്പനെ കാണാനായിരുന്നു. എനിക്ക് മാത്രം കാണാൻ കഴിയുന്ന ആ അപ്പനെ മതി തീരുവോളം നോക്കി നിൽക്കാനും മിണ്ടാതെയെങ്കിലും ചേർത്ത് പിടിക്കാനും എൻ്റെ മനസ്സ് തീരാത്ത കൊതിയായി മാറിയിരുന്നു.